Hello guys, it's me Anita Nipu. Welcome to AN Vlogs. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൻ്റെ ബേസിസിൽ പ്രഗ്നൻസി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനാണ്. മീൻസ് പേഴ്സണലി ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം. ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് എന്ന് പറയുന്നൊരു ടേം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് എൻ്റെ പ്രഗ്നൻസി പീരീഡിലാണ്. അതുവരെ എനിക്ക് അങ്ങനൊരു കാര്യം ഉണ്ടെന്ന് പോലും അറിയില്ലായിരുന്നു. എന്താണ് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ്, അത് വന്നാൽ നമുക്ക് എന്തായിരിക്കും ഉണ്ടാവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ എനിക്കറിയില്ലായിരുന്നു. എനിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് പ്രഗ്നൻസി ഉണ്ടായത്. മീൻസ് ഒട്ടും തന്നെ എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുന്ന ഒരു ടൈമിലാണ് ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്നറിയുന്നത്. കല്യാണം കഴിഞ്ഞ് ഒരു 1 month കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയായിരുന്നു. അപ്പോൾ പക്ഷേ ഞാനത് അറിഞ്ഞില്ല, പ്രഗ്നൻ്റ് ആണ് എന്ന് അറിയാതെ ഞാൻ കുറച്ച് ഡേയ്സ് നടന്നിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മന്തിൽ നോർമലി പീരീഡ്സ് ആകുന്നത് പോലെ തന്നെ എനിക്ക് പീരീഡ്സായി. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് പീരീഡ്സായി, ആ ഒരു രീതിയിൽ തന്നെയാണ് നടന്നത്. അല്ലാതെ പ്രഗ്നൻസിനെ കുറിച്ചൊന്നും നമ്മൾ ആ സമയത്ത് ചിന്തിക്കുന്നതേ ഇല്ല. പക്ഷേ എനിക്ക് വേറൊരു പ്രശ്നം, എനിക്ക് വോമിറ്റിങ് കാര്യങ്ങൾ ആ ടൈമിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്കൊരു കാര്യം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ വിശപ്പ് തീരെ ഉണ്ടായിരുന്നില്ല. ഫുഡ് കാണുമ്പോഴേ എനിക്കത് കഴിക്കണം. പൊതുവേ എനിക്ക് ഫുഡ് ഒത്തിരി കഴിക്കുന്ന വ്യക്തിയാണ് ഞാൻ. പക്ഷേ ആ ഒരു ടൈമിൽ എനിക്ക് ഫുഡ് കാണുമ്പോൾ എന്തോ ഒരു അറപ്പ് പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഈവൻ വെള്ളം പോലും ഞാൻ കുടിക്കില്ലായിരുന്നു. അതുപോലെ ഉറക്കം എണീക്കുന്നതൊക്കെ 11 മണിക്കൊക്കെ എണീറ്റ് വരും. ആ സമയത്താണ് അങ്ങനെയാണ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് അബ്രോഡായിരുന്നു. മീൻസ് പുള്ളി ലീവ് കഴിഞ്ഞിട്ട് തിരിച്ച് അബ്രോഡ് പോയി. അപ്പോൾ ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിൽ വന്നേക്കാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ രാവിലെ നോർമലി ഒരു 7 മണി കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 7-7:30 ആകുമ്പോൾ എണീക്കുന്നതാണ്. പക്ഷേ ഇത് 11 മണിയായാലും ഞാനിങ്ങനെ ചത്തുകുത്തി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ചില സമയത്ത് ഉച്ചയ്ക്ക് എല്ലാവരും ചോറ് കഴിക്കുന്ന സമയത്തായിരിക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അപ്പോൾ അത്രമാത്രം ഇങ്ങനെ ക്ഷീണിച്ച് ഒതുങ്ങി കൂടിയുള്ള ഒരു ഇരിപ്പായിരുന്നു കുറച്ച് ദിവസങ്ങൾ. പക്ഷെ എന്നിട്ടും എനിക്ക് പ്രത്യേകിച്ച് പ്രഗ്നൻസി ആണോ എന്നുള്ളൊരു കാര്യത്തിലൊന്നും അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല, അങ്ങനൊരു തോന്നലേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ടൈമിലാണ് ഈ വിജയദശമിയുടെ അവധി വരുന്നത്. അപ്പോൾ ആ ഒരു അവധി കിട്ടുന്ന ഒരു ടൈമിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയത് കാറിലാണ്. വർക്കലയിലാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്, എൻ്റെ വീട് എറണാകുളമാണ്. അങ്ങനെ ഞാൻ എറണാകുളത്ത് നിന്ന് വർക്കല വരെ കാറിൽ ഇതും വെച്ചുകൊണ്ട്, മീൻസ് ഈ പ്രഗ്നൻസി ആയിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയാതെ ഞാൻ ട്രാവൽ ചെയ്തു. എനിക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്തൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ. കമ്പാരിറ്റീവ്ലി ഞാൻ വീട്ടിലുണ്ടായിരുന്ന ഒരു സമയത്തിനേക്കാളും കുറച്ചൊക്കെ മൈൻഡൊക്കെ ഓക്കെ ആയി, ഞാൻ ബെറ്ററായി എന്നൊക്കെ ഒരു ഇതിലെനിക്ക് വന്നു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീട്ടിലെത്തിയിട്ട് കാറിൽ നിന്ന് എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. മീൻസ് ആ സീറ്റിൽ നിന്ന് എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല. പുറം നടുവ് ഒക്കെ നമ്മൾ എല്ലൊക്കെ നുറുങ്ങണ പോലത്തെ ഒരു പെയിൻ. അതെങ്ങനത്തെ വേദനയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, നമുക്ക് സഹിക്കാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇരിക്കുന്നിടത്ത് നിന്ന് എണീക്കാൻ പറ്റാത്തത്ര ഒരു പെയിനാണ് എനിക്കുണ്ടായത്. അപ്പം അങ്ങനെ ഒട്ടും എനിക്ക് വയ്യ എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലുള്ള എല്ലാവരും കൂടി എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ട്രിവാൻഡ്രത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത്, അവർ ഫസ്റ്റ് തന്നെ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. ബ്ലഡ് ടെസ്റ്റോ കാര്യങ്ങളോ ഒന്നുമല്ല പറഞ്ഞത്. ആദ്യം തന്നെ പറഞ്ഞത് സ്കാൻ ചെയ്യാനാണ്. അങ്ങനെ സ്കാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്നുള്ള കാര്യം. അപ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് സത്യം പറഞ്ഞ ഞെട്ടലായിരുന്നു. അയ്യോ, ഞാൻ പ്രഗ്നൻ്റോ? അപ്പോൾ ഞാൻ ആദ്യം ഡോക്ടറിനോട് പറഞ്ഞത്, അയ്യോ എനിക്ക് പീരീഡ്സ് ആയിരുന്നല്ലോ, പിന്നെ ഞാനെങ്ങനെ പ്രഗ്നൻ്റായി എന്നാണ് ഞാൻ ഡോക്ടറിനോട് ചോദിച്ചത്. അപ്പോൾ ഇതെൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസാണ്. അത് എനിക്കായത് പീരീഡ്സ് ആയിരുന്നില്ല, ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ആയിരുന്നു. അതായത് സ്പേമും ഓവും കൂടി ജോയിൻ ചെയ്തിട്ട് ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞിട്ട് നമ്മുടെ യൂട്രസിൻ്റെ ലൈനിങ് ഉണ്ടല്ലോ, എൻഡോമെട്രിയം, ആ എൻഡോമെട്രിയൽ വോളിലേക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ വരുന്ന ബ്ലീഡിങ് ആണ്. ഇത് മോസ്റ്റ് ഓഫ് ദ വുമൻസിനും ഇങ്ങനെ വരില്ല. ഒരു 25%
100% ഒരു 20% ആളുകൾക്കൊക്കെ ഈ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് വരുള്ളൂ. എനിക്കതുണ്ടായിരുന്നു, ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ആണെന്ന്. പക്ഷേ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓൾറെഡി PMS ഉണ്ട്, പ്രിമെൻസ്ട്രൽ സിൻഡ്രോം. അപ്പോൾ പ്രിമെൻസ്ട്രൽ സിൻഡ്രോമിൻ്റെ ഭാഗമായിട്ട് എനിക്ക് വരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, ആ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെയാണ് എനിക്കുണ്ടായിരുന്നതെന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. ഈ പുറം വേദനയാണെങ്കിലും നടുവേദനയാണെങ്കിലൊക്കെ ഞാൻ അങ്ങനെയാണ് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ബ്ലീഡിങ്ങിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ എനിക്ക് സാധാരണ രീതിയിൽ പീരീഡ്സ് ആകുമ്പോഴത്തേക്കും ഒരു ബ്രൗണിഷ് കളറാണ് വരാറ്. അതുപോലെ തന്നെയാണ് എനിക്ക് ഈ ടൈമിൽ പീരീഡ്സ് ആയപ്പോഴും വന്നത്. പിന്നെ ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നത്, ഈ ബ്രൗണിൻ്റെ ഒരു പിങ്കിഷ് നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു, ഒരു പിങ്ക് കളർ കലർന്ന രീതിയിലാണ് വരുന്നത്. പക്ഷേ അത് ഇതിൻ്റെ ഭാഗമാണ് എന്നെനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ്ങിൻ്റെ ഒരു ലക്ഷണം തന്നെ പറയുന്നത് ഇതാണ്, ഒരു ബ്രൗണും പിങ്കും കൂടി ചേർന്നിട്ടുള്ളൊരു കളറായിരിക്കും. പിന്നെ യൂഷ്വലി ഇതൊരു 3-4 ദിവസമായിരിക്കും, കൂടിപ്പോയ 4 ദിവസം. ചിലവർക്ക് ഒരു ദിവസത്തിൻ്റെ ഒരു നേരമൊക്കെ ഇത് വന്നങ്ങ് പോകും, അത്രേ ഉണ്ടാവുള്ളൂ. യൂഷ്വലി എല്ലാവർക്കും അങ്ങനെയാണ് വരുന്നത്. എനിക്ക് പക്ഷെ വന്നത് ഒരു 4 days ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചത് അത് നോർമൽ പീരീഡ്സ് ആണെന്നാണ് വിചാരിച്ചത്. പിന്നെ നല്ല നടുവേദന, ഈ പ്രിമെൻസ്ട്രൽ സിൻഡ്രോമിലൊക്കെ ഉള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ നമുക്ക് വരുന്നത് പോലെ തന്നെ ഉള്ള നടുവേദന, പുറം വേദന ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ്ങിൻ്റെ സിംറ്റംസാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ പ്രഗ്നൻ്റ് ആവുന്ന എല്ലാവർക്കും ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ഉണ്ടാവണം എന്നില്ല. അതായത് എനിക്ക് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ഒന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ പ്രഗ്നൻ്റ് അല്ല എന്ന് വിചാരിച്ച് ആരിക്കരുത്. ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് എന്ന് പറയുന്നത് ഒരു 25% ആളുകൾക്ക് വരുന്ന കാര്യമാണ്. പ്രഗ്നൻ്റ് ആകുന്ന എല്ലാ ലേഡീസിനും ഈ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് വരില്ല. പിന്നെ വന്നു കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ ഒരു 3 to 4 days അല്ലെങ്കിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ 4 days ആണ്. എനിക്ക് 4 days ആണ് ഉണ്ടായിരുന്നത്. ഈ ഒരു ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞത് കൺസീവായി കഴിഞ്ഞ് ഒരു 10 to 14 daysനുള്ളിൽ നമുക്ക് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് വരും. ഓക്കെ, അത് ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമാണ്, ഹെൽത്തി ആയിട്ടുള്ളൊരു പ്രഗ്നൻസിയുടെ പാർട്ടാണ്. അത് പേടിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. പക്ഷേ ക്ലോത്ത്സ് ആയിട്ടൊക്കെ പോവുകയാണ്, കട്ടിയുള്ള ക്ലോത്ത്സ് ആയിട്ടൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറിനെ കാണിക്കണം. അത് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ആണ് എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കരുത്. ഈവൻ നമ്മൾ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ആണോ എന്ന ഡൗട്ട് നമുക്ക് തോന്നിയാൽ കൂടി നമ്മൾ ഡോക്ടറിനെ മസ്റ്റായിട്ട് നമ്മൾ കൺസൾട്ട് ചെയ്യണം. കാരണം നമുക്ക് ഗ്രോത്ത് ഉണ്ടോ, എന്താണ്, എങ്ങനെയാണ്. പ്രഗ്നൻസി ടെസ്റ്റ്, അതായത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക, കിറ്റ് വെച്ച് ടെസ്റ്റ് ചെയ്യുന്നത് കൂടാതെ നമ്മൾ ബ്ലഡ് ടെസ്റ്റും ചെയ്ത് നമ്മളെല്ലാ കാര്യങ്ങളും കൺഫേം ചെയ്ത് പോവുക. ഒരിക്കലും അബദ്ധങ്ങൾ ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആണ് എന്ന് കൂടി മനസ്സിലാക്കാതെ ഞാൻ ഈ സമയത്ത് ഉഴപ്പി നടന്നു. അതായത് ഫുഡ് മര്യാദക്ക് കഴിക്കാതെ, വെള്ളം മര്യാദക്ക് കുടിക്കാതെയൊക്കെ ഞാൻ ഒരുപാട് നടന്നു. ഓൾമോസ്റ്റ് ഒരു 1 week ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ പ്രഗ്നൻസിയിലുണ്ടായിരുന്നു. പ്രഗ്നൻസിയുടെ ഫസ്റ്റ് 3 months ആ ബുദ്ധിമുട്ട് ഞാൻ ഒത്തിരി അനുഭവിച്ചു. അപ്പോൾ ഇനിയെങ്കിലും ആർക്കും അങ്ങനെയൊന്നും ഒരു അനുഭവം ഉണ്ടാവാതിരിക്കട്ടെ. പ്രഗ്നൻസി എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്ന ആളുകളുണ്ടല്ലോ, ഈവൻ അവർക്കാണെങ്കിൽ കൂടി ഈ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ അത് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. നിങ്ങൾ എന്തായാലും നമ്മൾ സ്വയം അങ്ങനെ അതായിരിക്കും ഇതായിരിക്കും എന്ന് പറഞ്ഞിരിക്കാതെ കൺസൾട്ട് ചെയ്യുക. കാരണം ചില ആളുകൾക്ക് പിന്നെ അത് ക്ലോത്ത്സ് പോലെയൊക്കെ വരും. അപ്പോൾ അത് ശ്രദ്ധിക്കാതെ വിടരുത്. അപ്പോൾ നമ്മളത് ഉടനെ തന്നെ, കാരണം നമ്മളത് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഇൻ കേസ് കോംപ്ലിക്കേറ്റഡ് ആകുന്നൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് അവരതനുസരിച്ചുള്ള എന്തെങ്കിലും ടാബോ ഇഞ്ചക്ഷനോ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. എനിക്കങ്ങനെയായിരുന്നു. കാരണം ഞാനിതിങ്ങനെ വെച്ചുകൊണ്ട് നടന്നത് വേഴ്സ്റ്റായി. ബ്ലീഡിങ്, അതായത് ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ എൻ്റെ ഗൈനക്ക് ഒരു ഇഞ്ചക്ഷൻ, ഒരു 3 ആഴ്ചത്തേക്ക് ഒരു ഇഞ്ചക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തു. ഫസ്റ്റ് സെമസ്റ്ററൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും, സെമസ്റ്ററൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ട് വന്നു. പക്ഷേ എൻ്റെ ആദ്യത്തെ 3 മാസം ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാര്യം അറിയാതിരുന്നത് കൊണ്ട് എനിക്ക് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ആദ്യത്തെ 3 മാസം ഞാൻ ആ ഒരു ഒറ്റ കാരണം കൊണ്ട് സ്ട്രഗിൾ ചെയ്തു. കാരണം എനിക്കുണ്ടായിരുന്ന വെയിറ്റ് വരെ കുറഞ്ഞു. നോർമലി എല്ലാവർക്കും വെയിറ്റ് മീൻസ് ഫസ്റ്റ് ട്രിമെസ്റ്ററിൽ കുറയും വെയിറ്റ്, എന്നാലും എനിക്ക് നല്ലോണം അത് കുറഞ്ഞു. ഒരു 3-4 കിലോയോളം താഴേക്ക് വന്നു. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം വെയിറ്റൊക്കെ നല്ലോണം കൂടി ഓക്കെ ആയിട്ട് വന്നു സെക്കൻഡ് ട്രൈമസ്റ്ററൊക്കെ തൊട്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ
നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ചാണെങ്കിലും നമ്മളിപ്പോൾ യൂട്യൂബിൽ വീഡിയോ കണ്ടു എന്ന് പറഞ്ഞിട്ടാണെങ്കിലും നമുക്കിങ്ങനെ പ്രഗ്നൻസി എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്ന ആളാണെങ്കിൽ കൂടി ഇങ്ങനെ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് വന്നു കഴിയുമ്പോഴത്തേക്കും മീൻസ് നമുക്കറിയില്ലല്ലോ ഇതെങ്ങനെയാണ് എന്താണ് എന്നുള്ളത്. ഉടനെ തന്നെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാം, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. പിന്നെ പ്രഗ്നൻസി കിറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്താലും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന ആക്യുറസിക്ക് ഏറ്റവും നല്ലത് അത് തന്നെയാണ്. കാരണം ചില കിറ്റൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും മങ്ങിയൊക്കെ വരാം. അപ്പം എന്താണെങ്കിലും ആക്യുറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ പോവുക, ഒരിക്കലും അത് വെച്ചുകൊണ്ടിരിക്കരുത്. പിന്നെ ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് എന്ന് പറയുന്നത് ഒരു അപകട സൂചനയോ കാര്യങ്ങളോ ഒന്നുമല്ല, അത് കംപ്ലീറ്റ്ലി നോർമലായിട്ടുള്ളൊരു നോർമൽ പ്രഗ്നൻസിയുടെ ഭാഗമാണ്. ഓക്കെ, നമ്മുടെ എൻഡോമെട്രിയൽ ലൈൻ, യൂട്രസിൻ്റെ എൻഡോമെട്രിയൽ ലൈനിലേക്ക് ഫെർട്ടിലൈസ് ആയിട്ടുള്ള ആ എഗ്ഗും അതുപോലെ തന്നെ സ്പേമും കൂടി ജോയിൻ ചെയ്ത് ഫെർട്ടിലൈസ് ചെയ്തതിന് ശേഷം അറ്റാച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ്. അത് കംപ്ലീറ്റ്ലി നോർമൽ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ മാത്രമാണ് അത് അപകടം ആയിട്ട് മാറുന്നത്. അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞത് എന്താണ് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ്. ഇപ്പോഴും ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടോ എന്നറിയാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ട്. എനിക്കറിയാം, പേഴ്സണലി എൻ്റെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സ് ഒരുപാട് പേര് ഞാനിതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. പ്രഗ്നൻസി എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഡൗട്ട്സൊക്കെ വന്നു കഴിഞ്ഞാൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. അതുപോലെ ഇപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആണെങ്കിൽ കൂടി ഇങ്ങനെ പ്രഗ്നൻസിയൊക്കെ ആകുന്നവരുണ്ടാവും. അപ്പോൾ അവരാണെങ്കിലും നിങ്ങൾക്ക് യൂഷ്വലായിട്ട് വരുന്ന പീരീഡ്സിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് കളറിൽ, ഇപ്പോൾ എൻ്റെ കേസിലാണെങ്കിൽ എനിക്കറിയാം കളറിൽ ഇത്തിരി ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ബ്രൗണിൽ നിന്ന് മാറി ഒരു പിങ്കിഷ് കളറിൽ, ആദ്യം ബ്രൗൺ ആണെങ്കിൽ പിന്നെ ഒരു പിങ്കിഷ് കളറിലേക്ക് വന്നു. അപ്പം അതായത് പീരീഡ്സ് ആകുമ്പോഴത്തേക്കും ഒരു കളർ ചേഞ്ചൊക്കെ വരികയാണ്. യൂഷ്വലി നിങ്ങൾക്ക് വരുന്ന കളറല്ലാതെ മാറി വരികയാണ്. അതുപോലെ അൺയൂഷ്വലായിട്ടുള്ള നമ്മുടെ ഹെൽത്തിന് വരുന്ന മാറ്റങ്ങൾ, അതെല്ലാം ശ്രദ്ധിക്കണം. എപ്പോഴും അവെയറായിട്ടിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ. നമുക്ക് പ്രഗ്നൻസിനെ പറ്റിയാണെങ്കിലും പ്രഗ്നൻസിയുടെ ആ ഒരു ആദ്യത്തെ സ്റ്റേജ് മുതൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വരാം, എന്തൊക്കെ കാര്യങ്ങൾ വരാതിരിക്കാം. ചില കാര്യങ്ങൾ ഇപ്പോൾ എല്ലാവർക്കും വരണം എന്നുണ്ടാവില്ല. ചില കേസിൽ ഇപ്പോൾ ഒരു 3% ആളുകൾക്ക് മാത്രം കണ്ടുവരുന്ന കാര്യമായിരിക്കാം നമുക്ക് വരുന്നത്, അല്ലെങ്കിൽ ഒരു 10% ആളുകൾക്ക് മാത്രം കണ്ടുവരുന്ന കാര്യമായിരിക്കും നമുക്ക് വരുന്നത്. അപ്പം എന്താണെങ്കിലും നമ്മൾ ഫസ്റ്റായിട്ട് ഓർക്കേണ്ട ഒരു കാര്യം, ഒന്നും വെച്ചുകൊണ്ടിരിക്കരുത്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യം നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്നതല്ല. ഇപ്പോൾ ബ്ലീഡിംഗ് ഒക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും തന്നെ പ്രതീക്ഷിക്കാതെ കൂടുതലായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കറിയാൻ പറ്റില്ല ആ ഒരു ടൈമിൽ. ഇപ്പോൾ വീട്ടിലൊക്കെ ആണെങ്കിൽ ആരും ഇല്ലാത്തൊരു സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ആദ്യത്തെ ഒരു 3 മാസം എനിക്ക് ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ആദ്യത്തെ ഒരു പീരീഡിൽ ഞാൻ ശ്രദ്ധിക്കാതെ വിട്ടുപോയതിൻ്റെയാണ്. അപ്പം നമ്മൾ എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അവെയറായിരിക്കണം. മാരീഡ് ആയിട്ടുള്ളവർ, നമ്മൾ കല്യാണം കഴിച്ച ആളുകളല്ല, നമ്മൾ പീരീഡ്സൊക്കെ ആയി കഴിയുമല്ലോ നമുക്ക്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ സ്കൂളിൽ നമുക്കിതിനെ പറ്റിയൊക്കെ എഡ്യൂക്കേഷൻ ഉണ്ടല്ലോ. നമ്മൾ ബയോളജിയിലൊക്കെ പഠിക്കുന്നുണ്ട് ഈ ഫെർട്ടിലൈസേഷൻ, ഈ എഗ്ഗും സ്പേമും കൂടി ജോയിൻ ചെയ്യുന്നതും ഫെർട്ടിലൈസേഷൻ്റെ കാര്യം. അപ്പോൾ ആ ഒരു പീരീഡ് മുതൽ തന്നെ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. അല്ലാതെ കല്യാണം കഴിക്കാൻ പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആവുന്നതിന് മുന്നേ മാത്രമല്ല നമ്മളിതൊക്കെ അറിഞ്ഞിരിക്കേണ്ടത്. നമ്മൾ ആ ടീനേജിലേക്ക് ആകുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ നോളജ് ഉണ്ടെങ്കിൽ നമ്മളൊരിക്കലും തെറ്റായ രീതിയിലേക്ക് നമ്മൾ പോവില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യം ചെറിയൊരു ടോപ്പിക്കാണെങ്കിൽ കൂടി അത് യൂസ്ഫുൾ ആകും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഇതേ സ്റ്റേജിലൂടെ പാസ് ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടാവും. മീൻസ് ഇനി പ്രഗ്നൻസിനെ ഫേസ് ചെയ്യാൻ പോകുന്നവർ, പ്രഗ്നൻസി എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നവരെല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും യൂസ്ഫുൾ ആകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.